നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിൽ BJPക്ക് ഊരും പേരും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ആകെ നാണം കെട്ട് വശംവദരായി ഇരിക്കുന്ന അവർക്ക് പുതുജീവൻ പകരാൻ വേണ്ടി DK സദാനന്ദ ഗൗഡ ഒരു പ്ലാൻ അങ്ങോട്ട് മെനഞ്ഞു. DK ശിവകുമാറുമായി വലിയ രീതിയിലുള്ള വ്യക്തിബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കത്തക്കവണ്ണം ശിവകുമാർ മുഖ്യമന്ത്രിയായാൽ പുറത്തുനിന്ന് BJPയുടെ 65ഓളം MLA മാർ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സദാനന്ദ ഗൗഡ മുന്നോട്ട് വന്നു. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കണക്കിന് മറുപടി കൊടുത്തിരിക്കുകയാണ് ശിവകുമാർ. തനിക്ക് കോൺഗ്രസ് പാർട്ടി നൽകുന്ന സ്ഥാനമാനങ്ങൾ കൊണ്ട് സംതൃപ്തനാണ് എന്നും കൂടുതൽ തൻ്റെ കാര്യത്തിൽ ഓർത്ത് വിഷമിക്കേണ്ട, BJP ആയിരുന്നാലും ജനതാദൾ സെക്യുലർ ആയിരുന്നാലും എന്ന അഭിപ്രായമാണ് ശിവകുമാർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ശിവകുമാറിൻ്റെ തേരോട്ടത്തിൽ കഴിഞ്ഞ തവണ ജനതാദൾ സെക്യുലർ തകർന്നടിയുകയും ആ വോട്ടുകൾ കൂടി എൻ ബ്ലോക്കായി കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിയുകയും ഒരു ക്ലീൻ സ്വീപ്പാണ് കർണാടകയിൽ കോൺഗ്രസ് നേടിയെടുത്തത്. കഴിഞ്ഞ ഏതാനും കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ഒരു സംസ്ഥാനത്ത് നേടുന്ന, അതും സാമാന്യം വലിപ്പമുള്ള ഒരു സംസ്ഥാനത്ത് നേടുന്ന ഏറ്റവും വലിയ ആധികാരിക ജയമായിരുന്നു കർണാടകയിൽ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ബസവരാജ് ബൊമ്മയെ നാട്ടുകാർ പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് മാത്രമല്ല, ഇനി ദക്ഷിണേന്ത്യയിൽ BJPക്ക് സാധ്യതയില്ല എന്നത് അരക്കിട്ടുറപ്പിക്കുന്ന സാഹചര്യം തെലങ്കാനയിലെ ഉപതെരഞ്ഞെടുപ്പോടുകൂടി BJPക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഏതൊക്കെ വർഗീയ കളികൾ കളിച്ചാലും, ഏതൊക്കെ നേതാവിനെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഒത്തുവരുന്നില്ല എന്നുള്ളത് സത്യം. ശിവകുമാറും രേവന്ത് റെഡ്ഡിയും ഒക്കെ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് നേതാക്കൾ എന്ന രീതിയിൽ തന്നെ സൂപ്പർ സ്റ്റാറുകളായവരാണ്. അവരെ ഹൈജാക്ക് ചെയ്യാനുള്ള BJPയുടെ ശ്രമങ്ങളൊന്നും വില പോകുന്നില്ല. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊണ്ട് താൻ സംതൃപ്തനാണെന്നും, എന്നാൽ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കമുണ്ടാക്കാൻ തയ്യാറെടുക്കുന്നില്ല, അത് BJPക്ക് ഗുണപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ശ്രമിക്കില്ല എന്നുമായിരുന്നു ശിവകുമാർ പറഞ്ഞത്. ആ നിലപാടിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. BJPയുടെ പ്ലാനും പദ്ധതികളൊന്നും യേശുന്നില്ല, ഒത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സദാനന്ദ ഗൗഡ വന്ന വഴിയെ വാലും ചുരുട്ടി തിരിച്ചുപോയി എന്നുള്ളതാണ്. ചോര കുടിക്കാൻ ചെന്നായ്ക്കളെ പോലെ തക്കം പാർത്തിരുന്ന BJPയുടെ ദേശീയ നേതാക്കൾക്ക് 8ന്റെ പണിയാണ് DK ശിവകുമാർ കൊടുത്തത്. താൻ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോഴെല്ലാം അധികാരം ഉപയോഗിച്ചുകൊണ്ട് BJP സർക്കാർ തന്നെ തേജോവധം ചെയ്യാനും തന്നെ സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ ജയിലിലാക്കാനും ഒരുപാട് ശ്രമിച്ചതാണ്. അതിൻ്റെ ഒരു കാര്യവും താൻ മറക്കില്ല എന്നും, വള്ളിമുള്ളി തെറ്റാതെ അക്കമിട്ട് നിരത്താൻ കുറച്ച് സമയം കൂടി തരൂ എന്നുകൂടി പറഞ്ഞ് കളിയാക്കി സദാനന്ദ ഗൗഡയെ വന്ന വഴിക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്. DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കുമെന്ന് വിചാരിച്ചെങ്കിലും അവിടെ അവിചാരിതമായി BJP പല മണ്ഡലങ്ങളും വിജയിച്ചു കയറിയത് വലിയ തോതിലുള്ള വോട്ട് ചോരി കൊണ്ടാണെന്ന് ഇപ്പോഴും ഉറക്കെ പറയുകയാണ് DK. തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത് മികച്ച ഒരു വിജയമായിരുന്നു. എന്നാൽ ഉദ്ദേശിച്ചത്ര സീറ്റുകൾ കിട്ടിയില്ല. അത് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഒരു വൻ ടാലിയിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും പിന്നോട്ടടിച്ചു. എന്നാൽ DK ഉറപ്പിച്ചു പറയുന്നു, ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റ് പോലും BJP നേടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് തൻ്റെയും രേവന്ത് റെഡ്ഡിയുടെയും ഒക്കെ ലക്ഷ്യമെന്ന് ഉറപ്പിക്കുകയാണ് DK ശിവകുമാർ.